ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഈ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ പതിവാണ്. ഇന്നലെ തന്നെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു കയറ്റിറക്കങ്ങൾ വിപണിയിൽ കാണുകയും ചെയ്തു. വ്യാപാരം നഷ്ടത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി തന്നെ വിപണിയിൽ ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ ഏറ്റ നിക്ഷേപത്തിൽ തന്നെയാണ്. എന്നാൽ ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ലാഭമെടുക്കലാണ് ഇപ്പോഴത്തെ വിപണിയിലെ ഈ ഒരു വിൽപ്പനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. 25,000 എന്ന നിലവാരത്തിൽ താഴേക്കാണ് മുൻനിര സൂചികയായി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നിക്ഷേപ താൽപര്യം കാണിക്കുന്നുമുണ്ട്. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ വിപണിയിൽ മുന്നേറ്റം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ നീക്കങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താൽപര്യത്തിൽ പൂർണ്ണമായും പങ്കുകൊള്ളാത്ത IT മേഖലയിൽ ഒരു നിക്ഷേപ താൽപര്യം ഉണ്ടാവുകയാണ്. തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ആ രീതിയിലുള്ള ഒരു ഇടപാടുകളായിരിക്കണം ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്ത് അത് കണ്ടുകൊണ്ടുള്ള ഒരു ഇടപാടുകളായിരിക്കും ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. എന്തായാലും ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുന്നത്.